ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നിരിക്കുന്നത് ഒരു കാറ് ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ കാറ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് തുടങ്ങിയാൽ അത് മൂവ് ചെയ്ത് വീണ്ടും എവിടെ തന്നെ തിരിച്ചെത്തുന്നു? എയിൽ തന്നെ തിരിച്ചെത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത്. ഓക്കെ, ഇവിടെ പാത്ത് എന്ന് പറയുന്നത് സർക്കുലർ പാത്താണ്. സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സർക്കംഫറൻസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഓക്കെ, ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഇവിടെ റേഡിയസ് ഓഫ് ദ സർക്കിൾ 6 ആണ് പറഞ്ഞിട്ടുണ്ട്. സോ സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2πr. സോ ദ ആൻസർ ഈസ് 2πr. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 റെവല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്? എ ആണ് അല്ലേ. അത് വീണ്ടും എവിടെ തന്നെ തിരിച്ചെത്തുന്നു? എയിൽ തന്നെ തിരിച്ചെത്തുന്നു. സോ ദ ഫൈനൽ പൊസിഷൻ ഈസ് ഓൾസോ എ. സോ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ സെയിം. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? 0. ശരിയല്ലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സ്പീഡോമീറ്റർ ഓഫ് ദ കാർ മെഷേഴ്സ്? നമുക്കറിയാം സ്പീഡോമീറ്റർ മെഷേഴ്സ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. സോ ദ ആൻസർ ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ, ഇത് കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ എ ബോഡി ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? എക്സ്പ്ലെയിൻ. ഇതും കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എന്താണ്? വെലോസിറ്റി ഇല്ലെങ്കിലും ബോഡിക്ക് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. സോ യെസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബോഡിയെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് മാക്സിമം ഹൈറ്റ് വാട്ട് ഈസ് ദ വെലോസിറ്റി? അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ഈസ് 0. പക്ഷേ അതിലെന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ആൻഡ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു g. ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ? നെഗറ്റീവ്. ദാറ്റ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ദിസ് ഈസ് ദ ആൻസർ. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, ആൻഡ് ദ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ ആക്സലറേഷൻ ടൈം ഗ്രാഫ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് AT ഗ്രാഫ് ഈസ് ഈക്വൽ ടു വാട്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ? ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് ദ ആൻസർ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദ അബോവ് ഗ്രാഫ്. ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്യണം. ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 0 to 3 സെക്കൻഡ്, അതായത് ഈ ഒരു സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? കോൺസ്റ്റൻ്റ് ആണ്. അത് എത്രയാണ്? +4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. +4 എന്ന് പറയാൻ കാരണം ഇത് പോസിറ്റീവ് ആക്സിലാണുള്ളത്. ശരിയല്ലേ? ഓക്കെ, അതിനുശേഷം 3 മുതൽ 6 വരെയുള്ള സെക്കൻഡിൽ അതിൻ്റെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? ഇവിടെ നിങ്ങൾക്ക് ഈ പോർഷൻ, അതായത് 0 to 3 സെക്കൻഡിൽ നമുക്ക് ഇവിടെ ഒരു ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് A1. അതേപോലെ 3 to 6 സെക്കൻഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് A2. ആൻഡ് ഏരിയ ഗീവ്സ് വാട്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാനുള്ള ഐഡിയ എന്താണ്? ഏരിയ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് A1. A1 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ദാറ്റ് ഈസ് ΔV. ഓക്കെ, ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എടുത്താൽ മതി. സോ ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ഇവിടെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ലെങ്ത് അല്ലേ. ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ടൈമാക്സിന് പാരലാണ്. അപ്പോൾ നമ്മൾ ടൈമാക്സ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 3 - 0. ഇപ്പോൾ 3 ആണ്. സോ 3 ഇൻറ്റു ബ്രെഡ്ത്ത് ഏതാണ്? വെർട്ടിക്കൽ ആക്സ് ആണ് ബ്രെഡ്ത്ത്. വെർട്ടിക്കൽ ആക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആക്സലറേഷൻ ആണ് 4 - 0. അത് എത്രയാണ്? 4 ആണ്. ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി.
ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ട് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് 0 ആണ്, ബിക്കോസ് ദ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ u 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക് ആൻസർ? v ഈസ് ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അല്ലേ. അതായത് 0 മുതൽ 3 സെക്കൻഡ് ആകുമ്പോഴേക്ക് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ വെലോസിറ്റി ആക്സിസ്, ഇത് ടൈം ആക്സിസ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈം മാർക്ക് ചെയ്യുന്നു 0, 3, 6. ഓക്കെ, അപ്പോൾ 0 to 3, അതായത് 3 സെക്കൻഡ് ആകുമ്പോഴേക്ക് അതിൻ്റെ വെലോസിറ്റി എത്രയായി മാറി എന്ന് പറയുന്നത്? 12 മീറ്റർ പെർ സെക്കൻഡ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 0യിൽ നിന്ന് 12 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താ വരിക? ഇതൊരു യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം ആക്സലറേഷൻ മീൻസ് എന്താ കിട്ടുക? വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ പോർഷൻ അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ പോർഷനിൽ ഏരിയ A2 ആണ്. A2 ഈസ് ഈക്വൽ ടു വീണ്ടും ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഡെൽറ്റ വി ഡാഷ്. ഓക്കെ, ഇവിടെ A2 എന്ന് പറയുന്നത് അതും ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ടൈം ആക്സിന് പാരലാണ്, 3 to 6 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 3 ആണ് ടൈം, ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുന്നത് 6 - 3. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സ് ആണ്. വെർട്ടിക്കൽ ആക്സിൽ നിങ്ങൾക്ക് ആക്സലറേഷൻ കാണാൻ പറ്റും, ദാറ്റ് ഈസ് -4 and 0. സോ ഇറ്റ് ഈസ് വാട്ട്? -4 - 0 -4 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് ഫൈനൽ വെലോസിറ്റി v ഡാഷ് മൈനസ് u ഡാഷ്. ഞാൻ എഴുതുന്നത് v ഡാഷ് മൈനസ് u ഡാഷ് എന്നാണ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ആസ് -12 ഈസ് ഈക്വൽ ടു v ഡാഷ് എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി അറ്റ് 6 സെക്കൻഡ്. അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് v ഡാഷ് തന്നെ എഴുതും. ഓക്കെ, മൈനസ് u ഡാഷ്. u ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ, അതായത് 3 to 6 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ടൈം 3 ആണ്. ഓക്കെ, 3 സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി? നമുക്ക് ഓൾറെഡി അറിയാം 3 സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ u ഡാഷ് എന്ന് പറയുന്നത് 12 എന്ന് കൊടുക്കാം. സോ വി ഗെറ്റ് v ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 3 to 6 സെക്കൻഡിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എത്രയിൽ നിന്ന്? 12 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 0 ആയിട്ട് മാറുന്നു. ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി കുറയുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ റിട്ടാർഡേഷൻ. മാത്രമല്ല റിട്ടാർഡേഷൻ എത്രയാണ്? -4 ആണ്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ യൂണിഫോം റിട്ടാർഡഡ് മോഷൻ ആണ്. നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈം 0 to 3 സെക്കൻഡ്. അപ്പോൾ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഈ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? s = ut + ½ at². കാരണം നമുക്ക് ടൈം അറിയാം, ആക്സലറേഷൻ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. ഓക്കെ, 0 to 3 സെക്കൻഡിൽ 0 ടൈമിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യലി ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ u എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി. സോ s ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ആക്സലറേഷൻ എത്രയാണ്? 0 to 3 സെക്കൻഡിൽ 4 ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു t², ദാറ്റ് ഈസ് 3². സോ ദ ആൻസർ ഈസ് വാട്ട്? 18 മീറ്റർ. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. എന്താണ്? ഈ ഗ്രാഫിൽ 0 to 3 സെക്കൻഡിലുള്ള ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? s ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ദാറ്റ് ഈസ് ½ ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ്, ദാറ്റ് ഈസ് 3 - 0, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇതാണ് ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 - 0, ദാറ്റ് ഈസ് 12. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര തന്നെയാണ്? 18 മീറ്റർ ആണ്. ഈ രീതിയിൽ കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആക്സലറേഷൻ ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി സ്റ്റിൽ ആക്സലറേറ്റിംഗ്. അത് വെലോസിറ്റി 0 ആണ്, പക്ഷേ അതിനെന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറയും. നമുക്കറിയാം അതിൻ്റെ വെലോസിറ്റി മാക്സിമം ഹൈറ്റിൽ എത്രയാണ്? അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി 0. At the same time, it possesses what? An acceleration. That acceleration is equal to acceleration due to gravity, and its direction is downward. That is a is equal to -g. ഇതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ അല്ലേ? ഇത് കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലായി, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 ബോഡികളുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ചോദിച്ചെന്താണ്? സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ഇറ്റ് റെപ്രസെൻറ്റ് 1 ഡയമെൻഷൻ മോഷൻ. ഇത് 1 ഡയമെൻഷൻ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്ത് ചെയ്യുക?
ടൈം ആക്സിസിൽ നിന്ന് എന്ത് വരയ്ക്കുക, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ ഗ്രാഫിൽ അത് 2 പോയിന്റ് എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നത് കാണാം. ഓക്കെ, അവിടുന്ന് വെലോസിറ്റി ആക്സിലേക്ക് ലൈന് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരേ ടൈമിൽ എത്ര വെലോസിറ്റി ഉണ്ട്, 2 വെലോസിറ്റി. നമുക്കറിയാം ഒരു വസ്തുവിന് ഒരേ ടൈമിൽ 2 വെലോസിറ്റി പോസിബിൾ അല്ല. ഓക്കെ, സോ ദിസ് മോഷൻ ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വേഴ്സസ് ടൈം ഗ്രാഫാണ്. നമുക്കറിയാം ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ ബോഡി ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആണെന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് പോസിബിൾ ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്കറിയാം ടി ടൈമിൽ ഡിസ്റ്റൻസ് എത്രയാണ്, 0 ആണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിസ്റ്റൻസ് എത്രയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്റ്റൻസ് ഇത്രയുമാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ടൈം ഇവിടുന്ന് ഇവിടത്തെ എത്തുമ്പോഴേക്ക് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനുശേഷം ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. ഓക്കെ, ഡിസ്റ്റൻസ് നെവർ ഡിക്രീസസ് വിത്ത് ടൈം. ഓക്കെ, അതുകൊണ്ട് ഇത് പോസിബിൾ ആണോ, അല്ല. അപ്പോൾ ഇതും എന്തല്ല, പോസിബിൾ അല്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആൻഡ് ദ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ടൈം 0 to 5 സെക്കൻഡ്. ഇതിൻ്റെ ഗ്രാഫ് എന്താണ്, സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സ് ആണ്. ഓക്കെ, സോ ദ മോഷൻ ഈസ് വാട്ട്, യൂണിഫോം മോഷൻ. ഇവിടെ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സോ 0 to 5 സെക്കൻഡ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇത് നമുക്ക് T1 ആയിട്ട് എടുക്കാം, ഇത് T2 ആയിട്ട് എടുക്കാം. ഓക്കെ, T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ x1, T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ x2. സോ ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ശരിയല്ലേ? ഇവിടെ x2 എന്ന് പറയുന്നത് 10, x1 എന്ന് പറയുന്നത് 0, T2 ഈസ് 5 മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൽ 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് 0 to 5 സെക്കൻഡിലുള്ള വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ എടുക്കുന്നത് 5 to 15 സെക്കൻഡാണ്. 5 to 15 സെക്കൻഡിൽ നിങ്ങൾ അനലൈസ് ചെയ്താൽ എന്താ കാണാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, പൊസിഷൻ എന്താണ്, 5 സെക്കൻഡിൽ 10 മീറ്റർ ആണ്. 15 സെക്കൻഡ് ആവുന്നത് വരെ പൊസിഷൻ എന്ത് തന്നെയാണ്, 10 മീറ്റർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പൊസിഷൻ മാറുന്നില്ല. ദാറ്റ് മീൻസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ദെർഫോർ ദ വെലോസിറ്റി ഈസ് വാട്ട്, 0. ശരിയല്ലേ? ഓക്കെ, അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് 15 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈം 20 സെക്കൻഡ് ആണ്. 20 എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതായിട്ട് എടുക്കാം. ഓക്കെ, നോക്കാം. ഈ T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എത്രയാണ് ഇപ്പോൾ, ഇതാണ് x1 ആണ്, ദാറ്റ് ഈസ് 10. T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ്, T2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇതാണ്, ദാറ്റ് ഈസ് x2. ഓക്കെ, ദാറ്റ് ഈസ് 0. സോ ദ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ കേസിൽ x2 എത്രയാണ്, 0 ആണ്, x1 എത്രയാണ്, മൈനസ് 10 ആണ്, ആൻഡ് T2 ഈസ് വാട്ട്, 20 മൈനസ് 15. സോ ദ വെലോസിറ്റി ഈസ് വാട്ട്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ 3 പോർഷനിലുള്ള വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കാം. നമ്മൾ ഗ്രാഫ് വരക്കുന്നു. ഇവിടെ വെലോസിറ്റി ആക്സിസ്, ഇവിടെ ടൈം ആക്സിസ്. ഓക്കെ, ടൈമിൽ നമുക്ക് മാർക്ക് ചെയ്യാം 0, ദെൻ 5, ദെൻ 15, ദെൻ 20. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നത് 0 to 5 സെക്കൻഡിൽ എന്താണ്, വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, അതിനുശേഷം 5 to 15 എന്താണ്, വെലോസിറ്റി 0 ആണ്. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. പിന്നെ 15 to 20 എത്രയാണ്, വെലോസിറ്റി -2 ആണ് അല്ലേ. സോ ഐ ക്യാൻ മാർക്ക് ഹിയർ -2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഗ്രാഫ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 20 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണുന്നത്. 20 സെക്കൻഡ്
ആ ടോട്ടൽ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ ഏരിയ, ഇസ്ന്റ് ഇറ്റ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക? സോ ഹിയർ എസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഏരിയ നമ്മൾ A1 എന്ന് കൊടുക്കുന്നു, ഇതിൻ്റെ ഏരിയ A2 എന്ന് കൊടുക്കുന്നു. ഇതിന് ഏരിയ ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്തിന് ഏരിയ 0 ആണ്. അപ്പോൾ നമ്മൾ A1 + A2 എടുത്താൽ മതി. സോ ദിസ് ഈസ് A1 + A2. വാട്ട് ഈസ് A1? ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് A1 എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 5 × 2 വരും, ദാറ്റ് ഈസ് 10. പ്ലസ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് A2, അതും ഒരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ദിസ് ഈസ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് അല്ലേ എന്ന് പറഞ്ഞാൽ 20 - 15 5 വരും. അതുപോലെ ഇതാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ഇതാണ് വരിക അല്ലേ? -2 - 0 ദാറ്റ് ഈസ് -2, ദാറ്റ് ഈസ് 5 × -2 -10. സോ ദ ആൻസർ ഈസ് വാട്ട്? 0 മീറ്റർ. ഇതാണ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഡെഡ്യൂസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരക്കുന്നു. ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. ഓക്കെ, ഈ ഗ്രാഫിൽ ഞാൻ ചില പോയിന്റ്സുകൾ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ O, ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് B. ബിയിൽ നിന്ന് ഞാൻ ടൈം ആക്സിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. ഓക്കെ, അത് C എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യുന്നു ആൻഡ് ദ ടൈം ഈസ് ടേക്കൺ ആസ് T ആൻഡ് ഹിയർ ദ ടൈം ഈസ് ടേക്കൺ ആസ് വാട്ട്? 0. ഓക്കെ, ആൻഡ് ഹിയർ we get what? A velocity at T is equal to 0. So I am taking as initial velocity U. ഇവിടെ ഞാൻ വെലോസിറ്റി ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ദാറ്റ് വിൽ ഗിവ് വാട്ട്? വെലോസിറ്റി ആഫ്റ്റർ ടൈം T, ദാറ്റ് ഈസ് V. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ലൈനും കൂടി ഇങ്ങോട്ടേക്ക് വരക്കുന്നു ആൻഡ് ഐ ഹാവ് ടേക്കൻ ദിസ് ഈസ് D. ഓക്കെ, ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വെലോസിറ്റി ടൈം റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ടൈം റിലേഷൻ. എങ്ങനെയാണ് വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിക്കുക? ഓർമ്മയുണ്ടോ? നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഗ്രാഫിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റയാണ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ദാറ്റ് ഈസ് ഇവിടെയുള്ള കേസിൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. ദിസ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BD ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് DA അല്ലേ? ദാറ്റ് ഈസ് AD. ഇവിടെയുള്ള കേസിൽ BD എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തരിക? V - U ഡിവൈഡഡ് ബൈ AD. AD എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈനാണ്, ദാറ്റ് ഈസ് വാട്ട്? T - 0, ദാറ്റ് ഈസ് T. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ആക്സലറേഷൻ അല്ലേ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. സോ V - U ഡിവൈഡ് ബൈ T. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? V ഈസ് ഈക്വൽ ടു U + AT. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ V² ഈസ് ഈക്വൽ ടു U² + 2AS. ഓക്കെ, ആ റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഏരിയ അണ്ടർ VT ഗ്രാഫ്. കാരണം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വാട്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഏരിയ കണ്ടുപിടിക്കണം. ഇതൊരു ട്രപ്പീസി ആയതുകൊണ്ട് ദിസ് ഈസ് ഏരിയ ഓഫ് എന്താണ്? ട്രപ്പീസിയം. ഓക്കെ, ഏരിയ ഓഫ് ട്രപ്പീസിയം, ദാറ്റ് ഈസ് ഇവിടെയുള്ള കേസിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് അല്ലേ? സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈഡ്, അടുത്ത പാരലൽ സൈഡ് ഇതാണ്. ഓക്കെ, ദാറ്റ് ഈസ് AO + BC. ദാറ്റ് ഈസ് AO + BC ആണ്. വാട്ട് ഈസ് AO ഹിയർ? AO എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു U - 0, U ആണ്. ഓക്കെ, അടുത്തത് BC ആണ്. BC എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആക്സിസ് ആണ്, ദാറ്റ് ഈസ് V - 0. അപ്പം കിട്ടുന്ന എന്താണ്? U + V എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ് ഇതാണ് അല്ലേ? ദാറ്റ് ഈസ് AD. AD എന്ന് പറയുമ്പോൾ ടൈം ആക്സിന് പാരലാണ്, ദാറ്റ് ഈസ് T - 0, ദാറ്റ് ഈസ് വാട്ട്? T. സോ V + U ഡിവൈഡ് So this is equal to 1/2 into U + V into T.
ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ഇത് മാറ്റി എഴുതുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ടൈം കണ്ടുപിടിക്കുന്നു. ഓക്കെ, കാരണം ഈ ഇക്വേഷൻ്റെ അത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ v² = u² + 2as ആണ്. ഈ ഇക്വേഷൻ എന്ത് വരുന്നില്ല, ടൈം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ടൈമിനെ നമുക്ക് മാറ്റി എഴുതണം. ഈ ടൈം മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് v = u + at. ഓക്കെ, ഇതിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈം v - u/a എന്ന് കിട്ടും. ഓക്കെ, അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് v + u / 2. u + v എന്ന് പറയുന്നത് v + u എന്ന് എഴുതാം. ഇൻറ്റു ടൈമിന് പകരം എന്ത് കൊടുക്കാം, v - u / a എന്ന് എഴുതാം. So this is equal to s, that is the displacement. v + u into v - u is v² - u². Divide by 2 into a 2a. ഇത് നമുക്ക് മാറ്റി എഴുതിയാൽ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, v² = u² + 2as. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എല്ലാ കൊല്ലവും ചോദിച്ചിട്ടുണ്ട്, ഏകദേശം എല്ലാ വർഷങ്ങളിലും ഇടപെട്ടെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ഓൺ എ മൂവിംഗ് വെഹിക്കിൾ ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അതൊരു മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ എന്ത് ചെയ്യും, റെസ്റ്റിലേക്ക് വരും, സ്റ്റോപ്പ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസിന്, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ സഞ്ചരിച്ച ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് റിട്ടാർഡേഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി u ആണെന്ന് തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എത്രയാണ്, റിട്ടാർഡേഷൻ ആണ് a, അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് -a ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഇറ്റ് കംസ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ, ഫൈനലി ഇത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, v² = u² + 2as. ശരിയല്ലേ. ഓക്കെ, ഇവിടെ v എന്ന് പറയുന്നത് 0 കൊടുക്കാം, u എന്ന് പറയുന്നത് u², ഇവിടെ -2as എന്ന് വരും. സോ യു ഗോട്ട് 2as = u². സോ the distance, that is stopping distance, is equal to u² / 2a. ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്, ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് ഈസ് ഡബിൾഡ് കീപ്പിംഗ് റിട്ടാർഡേഷൻ സെയിം ബൈ ഹൗ മച്ച് വിൽ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അന്ന്, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ഇക്വേഷൻ, s = u² / 2a ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ചെയ്തു, റിട്ടാർഡേഷൻ എന്താണ്, സെയിം ആണ്. ഇപ്പോൾ ഇവിടെയുള്ള കേസിൽ റിട്ടാർഡേഷൻ എന്താണ്, സെയിം ആണ്. റിട്ടാർഡേഷൻ ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു u². ഇനി സ്പീഡ് ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും, സ്പീഡ് ഡബിൾ ചെയ്താൽ നമുക്ക് പറയാം s' പ്രൊപ്പോർഷണൽ ടു u' എന്ന് എഴുതാം. ഈ രണ്ടിൻ്റെ റേഷ്യോ എടുത്താൽ എന്താ കിട്ടുക, s' / s is equal to u' square divided by u². u' എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഡബിൾ ആണ് അല്ലേ, ആദ്യമുള്ള വെലോസിറ്റി ഡബിൾ. അപ്പോൾ 2u all square divided by u² എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് വാട്ട്, 4. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര മടങ്ങായി മാറുന്നു, 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആക്സലറേഷൻ ഈസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ചേഞ്ചസ്. ഷോ ദാറ്റ് ഫോർ എ കാർ മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഫോർ എ പീരീഡ് ഓഫ് ടൈം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഈസ് 3 times ടു ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബോഡി യൂണിഫോം ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന ഒരു ബോഡി യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഇപ്പം ഞാൻ ഈ ടൈം ഞാൻ 2t എന്ന് എടുത്തു. ഓക്കെ, 2t ഈസ് ദ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം a to b. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഹാഫ് മീൻസ് t1 ഈസ് ഈക്വൽ ടു t. ആ ടൈമിൽ അത് s1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തും വിചാരിക്കും. ഓക്കെ, അതിനുശേഷം അടുത്ത ഹാഫ് എന്ന് പറഞ്ഞാൽ t2 ഈസ് ഈക്വൽ ടു t. ഓക്കെ, ആ സമയത്ത് അത് ബിയിലേക്ക് സഞ്ചരിച്ചു, ദറ്റ് ഈസ് വാട്ട്, s2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് എന്താണ്, ഫസ്റ്റ് ഹാഫിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, സെക്കൻഡ് ഹാഫിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഫസ്റ്റ് ഹാഫിൻ്റെ 3 times ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എടുക്കുന്നു. ദറ്റ് ഈസ് s ഈസ് ഈക്വൽ ടു ut + ½ at². ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായി മാറും, s ഈസ് ഈക്വൽ ടു ½ at² എന്നായി മാറും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ഫസ്റ്റ് ഹാഫിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു. ദറ്റ് ഈസ് s1 ഈസ് ഈക്വൽ ടു ½ a
T1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിരിക്കുന്നത് T1 T ആയിട്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് AT സ്ക്വയർ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഇനി ഞാൻ ചെയ്യുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ S1 പ്ലസ് S2. ടോട്ടൽ ഡിസ്റ്റൻസ് S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരിക? ആ സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 തന്നെയാണ്. സോ ഹാഫ് ഇൻറ്റു A ഇൻറ്റു വാട്ട് ഈസ് ദ ടൈം ഹിയർ? T1 ആണോ T2 ആണോ? രണ്ടും അല്ല അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഇത് മൊത്തം മോഷനാണ് കൺസിഡർ ചെയ്തത്. ടോട്ടൽ മോഷന് വേണ്ടി എടുത്തിരിക്കുന്ന ടൈം എത്രയാണ്? ദാറ്റ് ഈസ് 2t. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഈസ് 2t ഓൾ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2t ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4t സ്ക്വയർ, ദാറ്റ് ഈസ് 4 ടൈംസ് എന്താണ്? ഹാഫ് AT സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് ഹാഫ് AT സ്ക്വയർ? ഹാഫ് AT സ്ക്വയർ ഈസ് ആക്ച്വലി S1. സോ വി ഗോട്ട് S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു 4S1. Okay, so what is S2 here? S2 is equal to 3S1. Okay, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആക്സലറേഷൻ കോസ്ഡ് ബൈ ദ എർത്ത് അട്രാക്ഷൻ ടുവേർഡ്സ് ഇറ്റ് സെൻറ്റർ ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശരിയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഓക്കെ, to show that in the absence of air resistance for a ball thrown upward, the time of ascent is equal to time of descent. Time of ascent ഉം time of descent ഉം ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അതായത് ഞാനിവിടെ ഒരു ബോഡിയെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ബോഡിയാണ്. ഇതിനെ u വെലോസിറ്റിയിൽ ഞാൻ മുകളിലേക്ക് എറിയുന്നു. നമുക്കറിയാതെ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയാവും? 0 ആവും. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് താഴോട്ടേക്ക് വീഴുന്നു. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം മുകളിലേക്ക് പോയി പിന്നെ അത് എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് വരുന്നു. കാരണം അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബിക്കോസ് ഓഫ് ദ അട്രാക്ഷൻ ഓഫ് ദ എർത്ത് ദ ബോഡി എക്സ്പീരിയൻസസ് എ റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് എത്ര ഹൈറ്റ് മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കുക. h ഹൈറ്റ് മുകളിലേക്ക് പോയി. ദിസ് ഈസ് കോൾഡ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നമുക്ക് ടൈം ഓഫ് എസെൻറ്റ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാനെടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് എസെൻറ്റ്. താഴോട്ടേക്ക് വരാനെടുക്കുന്ന ടൈം ഓഫ് ഡിസെൻറ്റ് ആയിട്ട് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടൈം ഓഫ് എസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആയിരിക്കും. എപ്പോൾ? വെൻ വി ആർ നെഗ്ലെക്റ്റിംഗ് ദ എയർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത്. സോ ഓൺലി ദ ആക്സലറേഷൻ ഈസ് വാട്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുക്കുന്നു. v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ് u. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഇത് മുകളിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്കുള്ള ഡയറക്ഷൻ, അപ്വേർഡ് ഡയറക്ഷൻ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ എല്ലാ ക്വാണ്ടിറ്റീസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ മുകളിലേക്കായതുകൊണ്ട് ദാറ്റ് ഈസ് പോസിറ്റീവ്. Okay, and what about the acceleration? We know that acceleration is the acceleration due to gravity. It is always in downward direction, so it is minus g. So it is minus gt. Okay, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ t എന്ന് പറയുന്നത് ടൈം ഓഫ് എസെൻറ്റ് ആണ്. സോ യു ക്യാൻ ടേക്ക് TA. അപ്പോൾ ഇവിടുന്ന് ടൈം ഓഫ് എസെൻറ്റ് ഈസ് ഈക്വൽ ടു u/g എന്ന് കിട്ടി. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ടൈം ഓഫ് എസെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യുന്നു. നമുക്കറിയാം ഈ മോഷൻ്റെ കേസിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? മുകളിലേക്ക് പോകുമ്പോഴും സഞ്ചരിച്ച ദൂരം h ആണ്, താഴോട്ടേക്ക് വരുമ്പോഴും സഞ്ചരിച്ച ദൂരം h ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ ഹൈറ്റിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഹൈറ്റിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഓക്കെ, ഇവിടെ v എന്ന് പറയുന്നത് 0 ആണ്, u എന്ന് പറയുന്നത് u² പ്ലസ് ആണ്, ആക്സലറേഷൻ മൈനസ് g ആണ്, ദാറ്റ് ഈസ് മൈനസ് 2g. ആൻഡ് വാട്ട് അബൌട്ട് h ഹിയർ? ഈസ് ഇറ്റ് പ്ലസ് ഓർ മൈനസ്? നമുക്കറിയാം ബോഡി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ. ബോഡി അപ്വേർഡ് മോഷൻ ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ? അപ്വേർഡ് ഡയറക്ഷനാണ്. സോ എസ് ഈസ് പോസിറ്റീവ്. സോ ദിസ് ഈസ് പ്ലസ് h. സോ ഇറ്റ് ഈസ് പ്ലസ് h. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? u² ഈസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. ഫ്രം ഹിയർ u ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √2gh എന്ന് കിട്ടും. ശരിയല്ലേ? അത് ടൈം ഓഫ് എസെൻറ്റ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് കിട്ടുക ടൈം ഓഫ് എസെൻറ്റ് ഈസ് ഈക്വൽ ടു u/g. ഇവിടെ u എന്ന് പറയുന്നത് എത്രയാണ്? √2gh ആണ്. ദാറ്റ് ഈസ് √2gh ഡിവൈഡഡ് ബൈ g. അപ്പോൾ അത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് ടൈം ഓഫ് എസെൻറ്റ് ഈസ് ഈക്വൽ ടു √2h/g എന്ന് കിട്ടും.
Okay, so in term of height we got the equation as root of 2h by g. ഇനി ടൈം ഓഫ് ഡിസെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടൈം അത് സഞ്ചരിക്കുന്ന ഹൈറ്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്, എച്ച് തന്നെയാണ്. ആ സമയത്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. സോ ദ ആക്സലറേഷൻ ഈസ് അഗെയിൻ വാട്ട്, ജി. അതുകൊണ്ട് ടൈം ഓഫ് ഡിസെൻറ്റ് ഇക്വേഷൻ എന്ത് തന്നെയാണ് കിട്ടുക, യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് വാട്ട്, റൂട്ട് 2gh. Okay, so in the absence of air resistance we can say what, time of ascent and time of descent are equal. Okay, ഇതാണ് ഫസ്റ്റ് ഈ കേസിലുള്ള പ്രൂഫ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഷോ ദാറ്റ് വെൻ എയർ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. അതായത് നിങ്ങൾ എയർ റെസിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടൈം ഓഫ് ഡിസെൻറ്റ് ആണ് ടൈം ഓഫ് എസെൻറ്റിനേക്കാൾ കൂടുതലെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, ടൈം ഓഫ് എസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h by g if you are neglecting what, air resistance. Okay, so when we are neglecting the air resistance, time of ascent and time of descent are equal. Okay, ഇനി നമ്മൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ എന്താ സംഭവിക്കുക. ഓക്കെ, എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹൈറ്റിന് മാറ്റമില്ല. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ആക്സലറേഷൻ എന്ത് ചെയ്യും, മാറും. എന്തുകൊണ്ടാണ്, കാരണം നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആകെ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, അതേതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എയർ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എയർ റെസിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുവിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും, രണ്ട് ഫോഴ്സുകൾ, ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും രണ്ടാമത്തത് എയർ റെസിസ്റ്റൻസും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബോഡി മുകളിലേക്ക് പോകുന്നു. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മുകളിലേക്ക് പോകുന്ന കേസാണ് എടുക്കുന്നത്. ഓക്കെ, മുകളിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിനെ മുകളിലുള്ള ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്കാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mg. ഓക്കെ, അതേസമയം മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് എല്ലപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, മോഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ റെസിസ്റ്റീവ് ഫോഴ്സ് അത് എങ്ങോട്ടേക്കാണ്, താഴോട്ടേക്ക് തന്നെ. അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ നെറ്റ് ഫോഴ്സ് എത്രയാണ്, അപ്പോൾ ഈ കേസിൽ നെറ്റ് ഫോഴ്സ് എത്രയാണ്, നെറ്റ് ഫോഴ്സ് ഈസ് F plus mg. കാരണം ഫോഴ്സും റെസിസ്റ്റീവ് ഫോഴ്സും വെയിറ്റ് എന്താണ്, ഗ്രാവിറ്റേഷൻ, ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്താണ്, ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്താ വരിക, F plus mg എന്ന് വരും. ശരിയല്ലേ? പക്ഷേ അത് എന്തിന് ഓപ്പോസിറ്റാണ്, മോഷന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് വാട്ട്, നെഗറ്റീവ് സൈൻ ഓൾസോ. സോ വാട്ട് അബൌട്ട് ദ ആക്സലറേഷൻ, നെറ്റ് ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. Okay, that is minus of F plus mg divided by m എന്ന് കിട്ടും. So this is the acceleration, net acceleration during the upward motion. Okay, മനസ്സിലായല്ലോ? ഇതാണ് നെറ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അടുത്ത കേസിൽ എന്താ വരിക, അടുത്ത കേസിൽ നമ്മൾ പറയുന്നത് ബോഡി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്ക് തന്നെയാണ്, താഴോട്ടേക്ക് തന്നെയാണ്, mg. പക്ഷേ റെസിസ്റ്റീവ് ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ നേരെ ഓപ്പോസിറ്റ്, അപ്പോൾ മുകളിലേക്കായിരിക്കും, ദാറ്റ് ഈസ് എഫ്. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിസ്റ്റീവ് ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ വാട്ട് ഈസ് എ നെറ്റ് ആക്സലറേഷൻ, ഇവിടെയുള്ള കേസിൽ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതിൽ ഏതാണ് വലുത്, ബോഡി താഴോട്ടേക്കാണ് വീഴുന്നത്. ഓക്കെ, താഴോട്ടേക്ക് വീഴുമ്പോൾ mg ആണ് കൂടുതൽ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു mg മൈനസ് എഫ്. ഓക്കെ, അതുകൊണ്ട് ആക്സലറേഷൻ എത്രയാണ്, എ നെറ്റ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് നെറ്റ് ഡിവൈഡ് ബൈ മാസ്. ദിസ് ഈസ് ആക്ച്വലി എഫ് നെറ്റ് ഡാഷ് ബിക്കോസ് ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് വെൻ ദ ബോഡി ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡിറക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, mg മൈനസ് എഫ് ഡിവൈഡഡ് ബൈ m എന്ന് വരും. ഓക്കെ, ഇതാണ് നെറ്റ് ആക്സലറേഷൻ. ഇനി ഈ രണ്ട് ആക്സലറേഷൻ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏത് ആക്സലറേഷനാണ് കൂടുതൽ. ഇവിടെ കണ്ടോ, ന്യൂമറേറ്ററിൽ F plus mg ആണ്, ഇത് mg മൈനസ് എഫ് ആണ്. അപ്പോൾ ഏതാണ് വലുത്, ഇതാണ് വലുത് അല്ലേ, ഇതാണ് വലുത്. സോ യു ക്യാൻ സേ എ നെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, എ നെറ്റ് ഡാഷ്. എന്ന് പറഞ്ഞാൽ അപ്വേർഡ് മോഷനിലുള്ള സമയത്ത് ഉണ്ടാകുന്ന ആക്സലറേഷനാണ് ഡൗൺവേർഡ് മോഷനേക്കാൾ എന്നത് കൂടുതൽ. ഓക്കെ, നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായി എന്താണ് ടൈം ഓഫ് എസെൻറ്റ് അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് 2h by g. ജിയുടെ സ്ഥാനത്ത് വേണ്ടത് നെറ്റ് ആക്സലറേഷനാണ് ഈ കേസിൽ. ഇവിടെ നെറ്റ് ആക്സലറേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് എ നെറ്റ്, അതായത്
അപ്വേർഡ് മോഷൻ്റെ കേസിലുള്ള നെറ്റ് ആക്സലറേഷനാണ് ഡൗൺവേർഡ് മോഷനേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് നെറ്റ് ആക്സലറേഷനാണ്. ഓക്കെ, അപ്പം അപ്വേർഡ് ഡയറക്ഷനിലുള്ള നെറ്റ് ആക്സലറേഷൻ കൂടുതലായതുകൊണ്ട് അപ്വേർഡ് മോഷൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഡൗൺവേർഡ് മോഷൻ എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും. സോ യു ക്യാൻ സേ ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.